ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും സൈനിങ് അപ്പ് വിത്ത് മൊബൈൽ, ലോഗിൻ വിത്ത് മൊബൈൽ, ലോഗിൻ വിത്ത് ഗൂഗിൾ. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈലിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിൽ ഐ ഡീസും കാണിക്കുന്നതായിരിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ 1500 കോയിൻ സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടും. അതായത് നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1500 കോയിൻ ആണ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈൻ അപ്പ് ബോണസ് കോയിൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെയിലി ചെക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ജസ്റ്റ് നിങ്ങൾ ഡെയിലി ചെക്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ്സ് വരും, അതൊന്ന് ക്ലോസ് ചെയ്തുക. ആഡ്സ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പം തന്നെ ഇവിടെ തന്നെ കാണാൻ പറ്റും ഡെയിലി ചെക്ക് ഇൻ പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡെയിലി ചെക്ക് ഇൻ പോയിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ആഡ്സ് വരും, അതൊന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും ഡെയിലി ബോണസ് ക്ലെയിം നൗ എന്ന് പറയാം. അപ്പോൾ ക്ലെയിം നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പിൻ ആൻഡ് വീൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് സ്പിൻ ആൻഡ് വീൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഈ തൊട്ട് മുമ്പേ നമ്മളൊന്ന് ജസ്റ്റ് സ്പിൻ ചെയ്തുകൊണ്ട് അത് ഓരോ 15 മണിക്കൂർ 15 മിനിറ്റ് കഴിയുമ്പോൾ മാത്രം, അതായത് മണിക്കൂറല്ല മിനിറ്റ്, 15 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പിൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു സ്പിൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സ്ക്രാച്ച് കാർഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സ്ക്രാച്ച് കാർഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ വരും. അതിന് മുമ്പ് ആഡ്സ് വരും, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആഡ്സ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിൽ വരും. അതായത് നിങ്ങൾക്ക് ഡെയിലി 10 സ്ക്രാച്ച് കാർഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം 10ലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചുരണ്ട അതിലെ പോയിൻറ്റ്സുകൾ വേണം ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള 7 സ്ക്രാച്ചുകൾ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന ഈ 25 കോയിൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആഡ്സ് വരും. ആഡ്സിനകത്ത് ചിലപ്പോൾ വെബ്സൈറ്റ് ആയിരിക്കും, ആപ്ലിക്കേഷനാണ്. വെബ്സൈറ്റിലാണെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അപ്പം ജസ്റ്റ് ഒരു ആഡ്സ് വന്നു, ആ ആഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. ഏതൊരു ആപ്ലിക്കേഷനാണ് വരുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ഒന്ന് ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ആ കോയിൻ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്ത് ബാക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ 25 കോയിനും അതേപോലെ ബാക്കിയുള്ള സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലെയിമേ കോയിൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ആഡ്സ് വരും, അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും ബാക്കിയുള്ള സ്ക്രാച്ച് കാർഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുക. സ്ക്രാച്ച് ഇതേപോലെ ക്ലെയിം കോയിൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ സ്ക്രാച്ച് കാർഡും സ്ക്രാച്ച് ചെയ്യുകയെന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെയാണ് സ്ക്രാച്ച് കാർഡിൻ്റെ ഓപ്ഷൻ. അപ്പം വീണ്ടും വരുന്നുണ്ട്. അതായത് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ 50 കോയിൻ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 കോയിനും കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ക്രാച്ച് കാർഡും കിട്ടുന്നതായിരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ 25 കോയിന് 50 കോയിൻ. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റും കിട്ടുന്നതായിരിക്കും. അപ്പം ഗൈസ്, ജസ്റ്റ് ബാക്കിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തായിട്ട് ക്യാപ്ച എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച ടൈപ്പ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്യാപ്ച എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആഡ് വരെ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ക്യാപ്ച എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നിങ്ങൾക്ക് ഡെയിലി 5 ക്യാപ്ച കിട്ടുന്നതായിരിക്കും. അപ്പം മേളിൽ കാണുന്ന നമ്പർ നിങ്ങൾ സെയിം ഇതേപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് 17 97 94. അതിനുശേഷം ഇവിടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആഡ്സ് ക്ലോസ് ചെയ്തു. അപ്പം ആഡ്സ് ക്ലോസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻ ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോയിൻ ക്ലെയിം ചെയ്യുക. കോയിൻ ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് നിങ്ങൾ ഹോമിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഹോം പേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ക്യാപ്ചയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് മാജിക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ മാജിക് ബോക്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് വരും, ക്ലോസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ആഡ്സ് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു 8 മാജിക് ബോക്സ് കിട്ടും. അപ്പോൾ 8 ഈ മാജിക് ബോക്സിൽ നിങ്ങൾക്ക് കോയിൻ ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാജിക് ബോക്സിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു ആഡ്സ് വരും, ആ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോയിൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു മാജിക് ബോക്സിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോയിൻ ക്ലെയിം ആയിരിക്കും. അതായത് നിങ്ങൾക്ക്
10 കോയിൻ മുതൽ 100 കോയിൻ വരെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ക്ലെയിം ഈ കോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കോയിൻ ക്ലെയിം ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലെയിം ആവുന്ന കോയിൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 2080 കോയിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽവർ ബോക്സ്, അതേപോലെ ഗോൾഡ് ബോക്സ്. സിൽവർ ബോക്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സിൽവർ ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പം ഇതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് സിൽവർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ആഡ് എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ആഡ് എന്ന് പറഞ്ഞിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ്സ് കിട്ടുന്നതായിരിക്കും. ആ ആഡ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് 2-3 മിനിറ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ 50 കോയിൻ ഇതിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഗോൾഡ് ബോക്സ് കാണാൻ പറ്റും. ഗോൾഡ് ബോക്സും സെയിം ആണ്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഗോൾഡ് ബോക്സിലേക്ക് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിൽവർ ബോക്സിൻ്റെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഗോൾഡ് ബോക്സിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡ് ബോക്സും സിൽവർ ബോക്സും എന്താണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കിട്ടിയ കോയിൻസ് എങ്ങനെ വിഡ്രോ ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ 2080 കോയിൻസ് ആണുള്ളത്. ജസ്റ്റ് നിങ്ങൾ നേരെ വാലറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് വാലറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് 1200 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. അതായത് 2500 കോയിൻ നിങ്ങൾക്ക് 20 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ഓപ്ഷൻ UPI, ബാങ്ക്, പേപാൽ, ആമസോൺ പേ, ഗൂഗിൾ പേ, സബി എല്ലാത്തിലേക്കും വിഡ്രോ ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിനും വിഡ്രോ ഉള്ള അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് നമ്മുടെ ടെലിഗ്രാമിൻ്റെ ചാനലും അതേപോലെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും ഇട്ടേക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രൂഫ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേന് ഈ ഒരു വിഡ്രോ നിങ്ങൾക്ക് ലൈവ് വിഡ്രോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ വിഡ്രോ ചെയ്യുന്നില്ല. നമുക്ക് ഈ 1200 കോയിൻ 10 രൂപയായിട്ട് വിഡ്രോ ചെയ്യുന്നത് നഷ്ടമാണ്. നിങ്ങളെല്ലാവരും 2500 കോയിൻ ആക്കിയിട്ട് 20 രൂപയായിട്ട് വിഡ്രോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ചേരുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ഗൈസ്.